സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന മണ്ഡലങ്ങൾ ആലുവ, കളമശ്ശേരി, മൂവാറ്റുപുഴ. ആദ്യമായി തന്നെ നമുക്ക് ആലുവ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കാം. ആലുവ നിയമസഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി എം ആരിഫ്, UDF സ്ഥാനാർത്ഥി അൻവർ സാദിഖ്, NDA സ്ഥാനാർത്ഥി MA ബ്രഹ്മരാജ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവർ സാദിഖ് വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച മണ്ഡലമാണ് ആലുവ. കളമശ്ശേരിയിൽ LDF സ്ഥാനാർത്ഥി P രാജീവ്, UDF സ്ഥാനാർത്ഥി VA അബ്ദുൾ ഗഫൂർ, NDA സ്ഥാനാർത്ഥി MP ബിനു. 2021 P രാജീവ് വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി LDFന് അനുകൂലമായി നേടിയെടുത്ത മണ്ഡലമാണ് കളമശ്ശേരി. മൂവാറ്റുപുഴയിൽ LDF സ്ഥാനാർത്ഥി N അരുൺ, UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടൻ, NDA സ്ഥാനാർത്ഥി സണ്ണി കൂടത്താഴെ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്യു കുഴൽനാടൻ UDFന് വേണ്ടി നേടിയെടുത്ത മണ്ഡലമാണ് മൂവാറ്റുപുഴ. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓരോ സ്ഥാനാർത്ഥികളുടെയും ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന 5 ഘടകങ്ങളിൽ എങ്ങനെ ഈ 3 മണ്ഡലങ്ങളിലെയും സമ്മതിദായകർ ഓരോ മുന്നണികളെയും വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യമേ ആലുവയിലേക്ക് നമുക്ക് പോകാം. പ്രാദേശിക വികസനം, യുവജന പിന്തുണ, വോട്ടർമാരിലെ വിശ്വാസ്യത, നേതൃപാഠവും സഹിഷ്ണുതാപരമായ രാഷ്ട്രീയം, ഈ 5 ഘടകങ്ങളിലും UDF ആണ് 1ാം സ്ഥാനത്ത്, LDF 2ാമത്. ഇനി നമ്മൾ കളമശ്ശേരിയിലേക്ക് വരുമ്പോൾ പ്രാദേശിക വികസനത്തിലും യുവജന പിന്തുണയിലും LDF ആണ് മുമ്പിൽ, UDF ആകട്ടെ 2ാം സ്ഥാനത്ത്. വോട്ടർമാരിലുള്ള വിശ്വാസ്യതയിൽ UDF 1ാമത്, LDF 2ാമത്. നേതൃപാഠവത്തിൽ LDF 1ാമത്, UDF 2ാമത്. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ UDF 1ാമതാണ്, LDF 2ാമത്. മൂവാറ്റുപുഴയിൽ പ്രാദേശിക വികസനത്തിൽ അവിടുത്തെ വോട്ടർമാർ 1ാം സ്ഥാനം കൊടുക്കുന്നത് LDFനാണ്, 2ാം സ്ഥാനം UDFനും. മറ്റെല്ലാ ഘടകങ്ങളിലും UDF ആണ് 1ാമത്, LDF 2ാമത്. സെമിയോട്ടിക്ക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി ഈ 3 മണ്ഡലങ്ങളിലെയും വിജയിയെ നമുക്ക് വേണ്ടി പ്രവചിക്കുകയാണ്. നമുക്ക് നോക്കാം ഓരോ മണ്ഡലത്തിലും ആരാണ് ജയിക്കുന്നതെന്ന്. നമുക്ക് ആലുവയിൽ നിന്ന് തന്നെ ആരംഭിക്കാം. ആലുവയിൽ ഒരു UDFനുള്ള വ്യക്തമായ ഭൂരിപക്ഷമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. അൻവർ സാദിഖ് ഏകദേശം 53% വോട്ട് വിഹിതം നേടുമെന്ന് സെമിയോട്ടിക്ക പ്രവചിക്കുകയാണ്. LDF സ്ഥാനാർത്ഥിക്ക് 33%, NDA സ്ഥാനാർത്ഥിക്ക് ഏകദേശം 15% വോട്ട് വിഹിതവും സെമിയോട്ടിക്ക പ്രവചിക്കുന്നു. ഇനി നമുക്ക് കളമശ്ശേരി നിയമസഭാ മണ്ഡലത്തിലേക്ക് പോകാം. അവിടെ സെമിയോട്ടിക്കയുടെ പ്രവചനം എന്താണെന്ന് നമുക്ക് നോക്കാം. കളമശ്ശേരിയിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. LDFന് വളരെ നേരിയ ഒരു മുൻതൂക്കം, 44.48% വോട്ട് വിഹിതം P രാജീവ്, UDFന് 44% വോട്ട് വിഹിതം, NDAക്ക് 11.42% വോട്ട് വിഹിതം. ഇനി മൂവാറ്റുപുഴയിലേക്ക് നമുക്ക് നോക്കാം. മൂവാറ്റുപുഴയിൽ സെമിയോട്ടിക്ക പ്രവചിക്കുന്നത് UDFന് വ്യക്തമായ ഒരു ഭൂരിപക്ഷമാണ്. ഏകദേശം 48.88% വോട്ട് വീതവുമായി മാത്യു കുഴൽനാടൻ ജയിക്കുമെന്നാണ് സെമിയോട്ടിക്കയുടെ പ്രവചനം. LDFന് ഏകദേശം 38% വോട്ട് വീതവും, NDAക്ക് 14% വോട്ട് വീതവുമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. ഇതുവരെ സെമിയോട്ടിക്ക നടത്തിയ പ്രവചനങ്ങളെ നമുക്കൊന്ന് സംക്ഷിപ്തമായി കാണാം. നോർത്ത് കേരളത്തിൽ 48 നിയമസഭാ മണ്ഡലങ്ങളാണ് സെമിയോട്ടിക്ക അപഗ്രഥിച്ചിരിക്കുന്നത്. കാസർഗോഡ് UDFന് ഒരു മുന്നേറ്റം, കണ്ണൂർ LDF മുന്നേറ്റം, കോഴിക്കോട് വീണ്ടും UDF മുന്നേറ്റം, വയനാട് UDF, മലപ്പുറം UDF. NDAക്ക് കാസർഗോഡ് ഒരു സീറ്റ് ലഭിക്കുവാൻ സാധ്യതയുള്ളതായിട്ട് സെമിയോട്ടിക്ക പ്രവചിക്കുന്നുണ്ട്. മൊത്തം 30 മുതൽ 36 സീറ്റാണ് നോർത്ത് കേരളയിൽ UDFന്, 11 മുതൽ 17 സീറ്റ് LDFന്, NDAക്ക് ഒരു സീറ്റ്. ഇനി നമുക്ക് മധ്യ കേരളത്തിലേക്ക് പോവാം. 37 നിയമസഭാ മണ്ഡലങ്ങളാണ് സെമിയോട്ടിക്ക പ്രവചിച്ചിരിക്കുന്നത്. എറണാകുളം UDF മുന്നേറ്റം, ഇടുക്കി UDF മുന്നേറ്റം, കോട്ടയം UDF ആണ് മുമ്പിൽ, തൃശ്ശൂർ LDF ആണ് മുമ്പിൽ, പാലക്കാട് വീണ്ടും LDFനൊപ്പം. UDFന് മൊത്തത്തിൽ ഏകദേശം 19 മുതൽ 24 സീറ്റും, LDFന് 14 മുതൽ 19 സീറ്റും, NDAക്ക് 2 സീറ്റുമാണ് മധ്യ കേരളത്തിൽ സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. ഇനി സൗത്ത് കേരളയിലേക്ക് നമുക്ക് പോവാം. അവിടെ തിരുവനന്തപുരത്ത് വ്യക്തമായ LDF മുന്നേറ്റം, അതോടൊപ്പം തന്നെ NDAക്ക് അവിടെ 2 മുതൽ 3 സീറ്റ് ലഭിക്കുവാനുള്ള സാധ്യത. കൊല്ലത്ത് LDF മുന്നേറ്റം,
ആലപ്പുഴയിൽ വീണ്ടും LDF മുന്നേറ്റം. പത്തനംതിട്ടയിൽ LDF മുമ്പിൽ. മൊത്തം UDF-ന് 11 മുതൽ 15 സീറ്റ്, LDF-ന് 22 മുതൽ 28 സീറ്റ്, NDAക്ക് 2 മുതൽ 3 സീറ്റ്. നിലവിൽ 121 നിയമസഭാ മണ്ഡലങ്ങളാണ് സെമിയോട്ടിക്ക പ്രവചിച്ചിരിക്കുന്നത്. UDF 60 മുതൽ 75 സീറ്റും LDF 47 മുതൽ 64 സീറ്റും NDA 2 മുതൽ 3 സീറ്റുമാണ് സെമിയോട്ടിക്ക പ്രവചിച്ചിരിക്കുന്നത്. വീണ്ടും മറ്റൊരു മണ്ഡലവുമായി ഞങ്ങൾ നിങ്ങളുടെ അടുക്കിലേക്ക് ഉടൻ എത്തുന്നതായിരിക്കും. Until then, we are signing off.